ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുടവയറുള്ള ആളുകളുടെ വയറ് കുറക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പം ചാടിയ വയറ് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ മെലിഞ്ഞ ആളുകൾക്ക് പോലും അവരുടെ ആ ഒരു ചാടിയ വയറ് ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അത് വ്യായാമക്കുറവ് കാരണമാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണശീലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാവാം, അതുപോലെ തന്നെ ഇരുന്നിരിപ്പിലുള്ള ജോലി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഈ ഒരു വയറുണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് തടി കൂടുന്ന ടെൻഷന് കാരണം തടി കൂടിയിട്ട് വയറ് ചാടാറുണ്ട്. അതൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. പിന്നെ കുറേ പേരിങ്ങനെ എക്സസൈസ് ചെയ്യും, രാവിലെ മോർണിംഗ് വാക്ക്, അതുപോലെ യോഗ, പിന്നെ ഭക്ഷണത്തിൽ ക്രമീകരണം അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് വയറ് കുറക്കാനും തടി കുറക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്ക് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യൽ തുടങ്ങിയപ്പോൾ അവളാണ് എല്ലാവർക്കും നീ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മറ്റുള്ള ആളുകൾക്കും ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെറിയ ജീരകമാണ്, അതായത് ക്യുമിൻ സീഡ്. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, നമ്മൾ ഭക്ഷണത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ്. അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകുന്ന സംഭവം കൂടിയാണ്. ജീരകം നമ്മൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ ധാരാളം ഉപയോഗിക്കുന്നവരും കൂടെയാണ്. വെള്ളം തിളപ്പിച്ച് അതിൽ ജീരകം ഇട്ട് കഴിക്കുന്നവരും കൂടെയാണ് നമ്മൾ. കാരണം അത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ ജീരകത്തിനുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ കാര്യവും. പിന്നെ എന്ന് പറഞ്ഞത് ഔഷധ ഗുണങ്ങൾ മാത്രമല്ല, പോഷക ഗുണത്തിലും ജീരകം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ജീരകത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്, സ്വന്തം ഗുണങ്ങൾ കൊണ്ട് രോഗശക്തി നൽകുന്നത് എന്നതും കൂടി ഇതിനൊരു അർത്ഥം വരുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ആർക്കും അറിയാതെ പോകുന്ന ഒരുപാട് ഗുണങ്ങൾ ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീരകത്തിൽ സാധാരണ ഭക്ഷണത്തിൽ ഒന്നായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. പിന്നെ അതുപോലെ തന്നെ പല രോഗങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്ന ഒറ്റമൂലിയും കൂടി ജീരകത്തിലുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ജീരകത്തിൽ. പിന്നെ അത് പറഞ്ഞത് ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൊഴുപ്പിനെ ഉരുക്കി കളഞ്ഞിട്ട് ശരീരത്തിലെ വിഷം പുറത്ത് തള്ളി കളയാനും കൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെ തന്നെ ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടി ഈ ഒരു ജീരകം കഴിക്കുന്നതിലൂടെ സഹായിക്കും. പിന്നെ അസിഡിറ്റി, അതേപോലെ ഗ്യാസ് എന്നീ പ്രശ്നങ്ങളിലൊക്കെ രക്ഷ നേടാനും നമുക്ക് ഈ ഒരു ജീരകം കഴിക്കുന്നതിലൂടെ കഴിയുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് നമ്മളെ ബോഡിയിലുള്ള ടോക്സിൻസൊക്കെ പുറത്തോട്ട് തള്ളിയിട്ട് നമ്മളെ ബോഡി നല്ല ആരോഗ്യമുള്ള ബോഡി ആക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീരകത്തിലെ ക്യുമിൻ എന്ന ഘടകമാണ് ഇതിന് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത്. പിന്നെ എന്ന് പറഞ്ഞത് കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് എല്ലാ കാര്യങ്ങളും ശക്തിപ്പെടുത്തുന്നത്. ഇതുവഴി തടിയും കുറയും, അതേപോലെ തന്നെ വയറും കുറക്കാൻ ഏറെ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ തടിയും വയറും കുറക്കാൻ പല വിധത്തിലും ജീരകം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജീരകവെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വയറിന് ചുറ്റുമായിട്ട് ഒന്ന് അളന്ന് നോക്കുക. എന്താ വെച്ചാൽ ഇത് നമുക്ക് ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ കുറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ വയറിൻ്റെ അളവൊന്ന് അറിയണം, എത്ര ഇഞ്ച് ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് അളന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എത്രത്തോളം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് അറിയുള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞത് നമ്മളിത് ഒരു ദിവസം കുടിച്ചിട്ടോ 2 ദിവസം കുടിച്ചിട്ടോ നമുക്ക് വയറ് കുറയുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇത് നമ്മൾ കുടിക്കുകയെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മളൊരു ലൈഫിലെ ഒരു റൊട്ടീനാക്കി എടുക്കുക. അതായത് സ്ഥിരം നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളമാക്കിയിട്ട് തീർക്കുക രാവിലെ മോർണിംഗിൽ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഫുഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ ശരീരത്തിനോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഒന്നും ബാധിക്കൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞത് ഇത് ഇപ്പോൾ അസുഖങ്ങളുള്ള ആളുകളുണ്ടാവില്ല, വേറെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരെ ഡോക്ടേഴ്സിനായിട്ടും കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കുടിച്ചാൽ മതി. നമ്മളിത് കുടിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് വയറ് മാത്രമല്ല കേട്ടോ വയറ് കുറയാനും തടി കുറയാനും അതേപോലെ തന്നെ ചർമ്മത്തിന് നല്ല ഭംഗി വെക്കാനും പിന്നെ നമ്മളെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ജീരകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പല ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ജീരകം കഴിക്കുന്നതിലൂടെ. ഇതിപ്പോൾ ഒരു വയറ് കുറക്കൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 1 ഗ്ലാസ്, ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ്സിനുള്ളതാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2-3 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയെടുത്താൽ മതി. അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ്. അപ്പോൾ ഒരു സ്പൂണ് ജീരകം ആണ് എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്കിത് തിളച്ച് വന്നിട്ട് നല്ല ആ ഒരു കളർ ചേഞ്ചായിട്ട് ഏകദേശം ഒരു യെല്ലോ കളർ വരുമല്ലോ, ജീരകത്തിൻ്റെ വെള്ളം എല്ലാവർക്കും അറിയുണ്ടാവും കളറൊക്കെ. അപ്പോൾ ആ ഒരു യെല്ലോ കളർ വരുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ അങ്ങ് തിളച്ച് വന്നോട്ടെ കേട്ടോ. എന്നാൽ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് ആ ഒരു ജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് ടൈം ഇതുപോലെ തിളക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് ഒന്ന് കുറഞ്ഞ ചൂടോട് കൂടിയിട്ടാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ വേണ്ടത്. മാക്സിമം പോയ 2 ടീസ്പൂൺ അത്ര മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹാഫ് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിലൊക്കെ ഹാഫ് പിഴിഞ്ഞാൽ തന്നെ ഏകദേശം 1.5 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കിട്ടുള്ളൂ. ഇതാ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊരു സ്പൂണും പിന്നെ ഒരു ഹാഫും തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളം മതി കേട്ടോ. 1.5 അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം പോയ 2 ടീസ്പൂൺ അത്ര നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ ജീരകവെള്ളം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം വെള്ളമാണ്, നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിരുന്നു. അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഏകദേശം കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തേൻ അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യാം, നിർബന്ധമില്ല, അത് നമ്മൾ ഓപ്ഷണലാണ്. അപ്പോൾ ഇതാ മാജിക്കൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് വയറ് കുറക്കാനുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട്. അപ്പോൾ എന്തായാലും ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മളിത് കുടിക്കുമ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുക കേട്ടോ. 1-2 ദിവസം കുടിച്ചിട്ട് നമ്മൾ വയറ് കുറയുന്നില്ല എന്ന് പറയരുത്. സ്ഥിരമായിട്ട് കുടിച്ചാൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് പറഞ്ഞത് നമ്മളിത് ഭക്ഷണം കഴിക്കുന്നില്ല, വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറഞ്ഞത് നമ്മളിത് കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.